ഇപ്പോൾ ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇത്തരം സംഭവങ്ങൾക്ക് ഇരയായിട്ടുള്ള ആളുകൾ അവരുടെ കുടുംബാംഗങ്ങൾ സംസാരിക്കാൻ തയ്യാറായി വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ന്യൂസ് ഈവനിങ്ങിൽ തന്നെ അടുത്ത ഒരു പിതാവ് നമുക്കൊപ്പം ചേരുകയാണ്. വർഗീസ് എന്നാണ് ആ പിതാവിൻ്റെ പേര്. നമസ്കാരം വർഗീസ്. താങ്കളുടെ മകനാണോ മകളാണോ അവിടെ പഠിച്ചത്? മകളാണുള്ളത്. ഇപ്പോൾ പഠിക്കുന്നുണ്ടോ അവിടെ? പഠിക്കുന്നുണ്ട്. 8ാം ക്ലാസ്സിൽ ഈ കുട്ടികളോടൊപ്പം തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ മകൾക്ക് എന്താണ് ഇത്തരം അനുഭവങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ, അതോ ഇത് കണ്ടിട്ടുണ്ടോ? ഇവള് അറിഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. ഞാനല്ലാതെ ഇതിനു മുമ്പ് അവിടെയുള്ള പേരൻസ് പലരും, ഞാൻ ഈ കുട്ടിയെ, എൻ്റെ മകളെ അവിടെ ചേർക്കുന്നതിന് മുമ്പ് പലരുമായിട്ടും ഈ കാര്യം, അവിടുത്തെ സാഹചര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചിരുന്ന സമയത്ത് വളരെ പോസിറ്റീവ് അല്ലാത്ത റെസ്പോൺസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാലും നമ്മൾ, എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ഈ നവോദയ എന്ന് പറയുന്ന ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ ഒരു ഇതിന്റെ പുറത്ത് ആണ് ഈ കുട്ടികളെ നമ്മൾ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അവിടെ ഞാൻ ഈ രതീഷിനെയും കാർത്തികിന്റെ അച്ഛനെയൊക്കെ അഭിനന്ദിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവര് ഇങ്ങനൊരു ബൈറ്റ് കൊടുക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനൊക്കെ തയ്യാറായി മുന്നോട്ട് വന്നതിൽ. അതായത് കഴിഞ്ഞ കാലങ്ങളായി ഇത് ഇത്തരത്തിലേക്കൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചില അനുഭവസ്ഥർ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാവുന്നത്. അവിടുത്തെ പഴയ പേരൻസിനെ നിങ്ങൾ ലിസ്റ്റ് എടുത്ത്, ഇപ്പം നിങ്ങളുടെ സ്റ്റുഡിയോയിൽ നിന്ന് ലിസ്റ്റ് കിട്ടത്തിലായിരിക്കും. അവിടെ സ്കൂളിൽ അന്വേഷിച്ചാൽ പഴയ പേരൻസിനെ പലരെയൊക്കെ ബന്ധപ്പെടാൻ കഴിയും. അങ്ങനെ അവരോട് നിങ്ങൾ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ അവരുടെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളതിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങളൊക്കെ അവർ തരാൻ തയ്യാറാവും. അത് എനിക്ക് നല്ല ബോധ്യമുള്ളതാണ്. അതെ, അപ്പോൾ ഇതിൽ ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇത്തരം കാര്യങ്ങൾക്കെതിരെയൊന്നും ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ടോ? സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇപ്പൊ ഏത് സ്കൂളാണെന്നുണ്ടെങ്കിലും, ഈ നവോദയ എന്നല്ല, ഏത് സ്കൂളാണെന്ന് പറഞ്ഞാലും അവരുടെ അധികൃതർ അവരെന്ന് പറയും. ഇപ്പം നമ്മുടെ വയനാട്ടിലെ പൂക്കോ ഉണ്ടായ സംഭവം, ഒരു സിദ്ധാർത്ഥ് ഉണ്ടായ സംഭവം, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കോളേജുകൾക്കും ഓരോ സ്കൂളുകൾക്കും ഉള്ള അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് അവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ മൂടി വെക്കാൻ മുൻകൈ എടുക്കും. പിന്നീട് നിവൃത്തിയില്ലാതെ വരുമ്പോൾ മീഡിയയൊക്കെ, ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയും മറ്റു മീഡിയയൊക്കെ ഉള്ളത് കൊണ്ട് പുറത്തേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടുവരുന്നു. മുൻപ് ഈ മീഡിയ ഒന്നും ഇല്ലായിരുന്ന സമയത്ത്, ഇത്ര ഇൻഫ്ലുവൻസ് ഇല്ലായിരുന്ന സമയത്ത് അവര് ഈ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും മൂടി വെച്ചിരുന്നു. ഇത് ഇപ്പോഴും നടക്കുന്നു. അതെ, ഇപ്പം നിലവിൽ ഈ സംഭവം ഇതിങ്ങനെ വികസിച്ച സാഹചര്യത്തിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് അവർ സ്വീകരിച്ചിരിക്കുന്ന നടപടികളിൽ നിങ്ങൾ തൃപ്തരാണോ? ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ തൃപ്തനാണെന്ന് വെച്ചാൽ, എനിക്ക് നേരിട്ട് ഫേസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് അഭിപ്രായം പറയാൻ ശരിയല്ല. പക്ഷെ ഞാൻ രതീഷുമായിട്ടും മറ്റു പേരൻസുമായിട്ടൊക്കെ സംസാരിച്ചതിന്റെ വെളിച്ചത്തിൽ അവരിതിൽ തൃപ്തരല്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അവര് ഒരിക്കലും തൃപ്തരാകാൻ പാടില്ല. ഇങ്ങനെയുള്ള സ്വഭാവ വൈകൃതങ്ങളുള്ള കുട്ടികളെ ഇത് മുളയിലെ, അതായത് ഇപ്പൊ തന്നെ ഈ കുട്ടികളെ ഇവിടുന്ന് അടിയന്തരമായിട്ട് ആ കുട്ടികളെ അവിടുന്ന് പുറത്താക്കി അവരെ ടെർമിനേറ്റ് ചെയ്ത് TC കൊടുത്ത്, ഈ സ്കൂളിൽ നിന്നല്ല, ഈ നവോദയയുടെ സിസ്റ്റം അനുസരിച്ചിട്ട് പറയുന്ന പ്രിൻസിപ്പലൊക്കെ കൊടുക്കുന്ന വിശദീകരണം എന്താണെന്നുള്ളത് കുറച്ചുകൂടെ വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ TC കൊടുത്ത് വിടുന്നതിന്, അതായത് ആ കുട്ടികളെ അവിടുന്ന് TC കൊടുത്ത് വിട്ട് വേറെ ഒരു സ്കൂളിലും ഈ വർഷമല്ല, ഇനി അവർക്കൊരു 2-3 വർഷത്തേക്കെങ്കിലും കുറഞ്ഞ പക്ഷം ഒരു സ്കൂളിലും അഡ്മിഷൻ, അവരുടെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റില് ഗുഡ് എന്ന് എഴുതി കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ, അല്ലെങ്കിൽ ചെയ്യാത്ത വിധത്തിലുള്ള ഒരു നടപടികൾ ഉണ്ടാകണമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നിയമപ്രകാരം അങ്ങനെയൊക്കെ തന്നെയാണ്. 3 വർഷത്തേക്ക് മറ്റൊരു സ്ഥാപനത്തിലും പഠനം നടത്താൻ പാടില്ല, കൂടാതെ തടവ്, പിഴ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് ആ തരത്തിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ചോദ്യമൊക്കെ ഉയരുന്നത്. വളരെ നന്ദി വർഗീസ് പ്രതികരിച്ചത്.